ഹലോ ഡിയർ സ്റ്റുഡൻസ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്ക് കേട്ട് പരിചയമുണ്ടാവും അല്ലേ. അപ്പോൾ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമ്പർ വിത്തൗട്ട് ഡെസിമൽ പോയിൻ്റ് ആണ്, പോയിൻ്റ് വരാത്ത നമ്പറാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 2 വരുന്ന ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചൂസ് കോംപ്ലിമെൻറ്റ്, വൺസ് കോംപ്ലിമെൻറ്റ്. ഏതെങ്കിലും ഒരു നമ്പർ തരും, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 3 മെത്തേഡ്സ് ആണ്. ഏതൊക്കെയാ? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഏത് നമ്പർ തന്നാലും ഇപ്പോൾ റെപ്രസെൻറ്റ് 79 അല്ലെങ്കിൽ -46 അല്ലേ, പോയിന്റ് വരാത്ത നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് 3 മെത്തേഡാണുള്ളത്. അപ്പോൾ 3 മെത്തേഡ് നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം. ഫസ്റ്റ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡാണ്. ഒരു നമ്പർ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ചെയ്യേണ്ട ടാസ്ക് ഇത്രേ ഉള്ളൂ, സൈൻ ബിറ്റ് എന്ന് പറഞ്ഞത് 0 ആയിരിക്കും അല്ലേ. നെഗറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ ബിറ്റിനെ പറയുന്ന പേരാണ് സൈൻ ബിറ്റ്. സൈൻ ബിറ്റ് ഈക്വൽ ടു 1 ആയിരിക്കും. അതല്ല വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ആ ബൈനറി അതേപോലെ എഴുതിയാൽ മതി. നെഗറ്റീവിൻ്റെ കേസിലാണെങ്കിൽ വൺസ് ജസ്റ്റ് റീപ്ലേസ് ഓൾ 0 by 1 ആൻഡ് 1 by 0 ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുക. അതല്ല ചൂസ് കോംപ്ലിമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നോ ചേഞ്ച്. അതല്ല നെഗറ്റീവ് നമ്പറിൻ്റെ കേസിലാണെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് വൺസ് കോംപ്ലിമെൻറ്റ് കാണുക, അതിനോട് കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ പൊതുവെ വരാറ് ചൂസ് കോംപ്ലിമെൻറ്റ് മാത്രമേ ചോദിക്കാറുള്ളൂ. എന്തുകൊണ്ട്? ചൂസ് കോംപ്ലിമെൻറ്റ് ചോദിക്കുമ്പോൾ അതിൽ കുട്ടി എന്തറിയണം, വൺസ് കോംപ്ലിമെൻറ്റ് കൂടി അറിയണം. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്പർ 79 തന്നെയാണ്. അപ്പോൾ പോസിറ്റീവ് 79 ആണ്. പോസിറ്റീവ് 79 ആണെങ്കിൽ അതിൻ്റെ ബൈനറി ആദ്യം ഒന്ന് എഴുതി നോക്കാം. ബൈനറി എന്താ? ബൈനറി എന്താ? അടിയിൽ നിന്ന് മുകളിലോട്ട് എഴുതു അല്ലേ. അപ്പോൾ 79ൻ്റെ ഒറിജിനൽ മെത്തേഡ് ചെയ്യുക. 1 0 0 1 1 1 ആണ്. യെസ്. അപ്പോൾ എന്ത് ചെയ്യാം? 1 0 എവിടെ? 1 0 0 1 1 1 1 ആണ്. അപ്പോൾ ഇത് എത്ര ബിറ്റാ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 സ്റ്റാൻഡേർഡ് അല്ല, ഒരു എക്സ്ട്രാ 0 കയറ്റണം. അപ്പോൾ ഈ എക്സ്ട്രാ 0 8 ബിറ്റാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ ആദ്യത്തെ ബിറ്റിനെ പറയുന്ന പേരാണ് സൈൻ ബിറ്റ് എന്ന് പറയും. ആ സൈൻ ബിറ്റ് എന്താ? ഇവിടെ കൊടുത്തത് എന്താ? 0 ആണ്. അപ്പം അത് പോസിറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഈ 0 ഉള്ളിടത്ത് ഒന്ന് 1 ആക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിൻ്റെ തന്നെ പോസിറ്റീവ് 79ൻ്റെ തന്നെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാൻ ചോദിച്ചാൽ പോസിറ്റീവ് ആണ്, നോ ചേഞ്ച്. ഇത് ഇതേപോലെ അങ്ങോട്ട് എഴുതി വെക്കാം. യെസ്. അതല്ല ഈ പോസിറ്റീവ് 79ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ആ ബൈനറി അതേപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കേസിൽ പഠിച്ചോ, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നോ ചേഞ്ച് ഫോർ സൈൻ ആൻഡ് അല്ലേ, നോ ചേഞ്ച് ആണ്. എവിടെ? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആയിക്കോട്ടെ, വൺസ് ആയിക്കോട്ടെ, ടൂസ് ആയിക്കോട്ടെ, മൊത്തം 3ഉം എന്താ, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. എന്നാൽ നെഗറ്റീവ് 46 ആണെങ്കിലോ, ആഹാ, ആദ്യം 46ൻ്റെ ബൈനറി കാണും. 46ൻ്റെ ബൈനറി എന്താ? 46ൻ്റെ ബൈനറി എന്താ? 1 0 1 1 1 അല്ലേ. 1 0 1 1 0 1 0 1 0 1 1 0 1 0 1 1 0 യെസ്. 1 0 1 1 0 അല്ലേ. 1 0 1 1 0. അപ്പോൾ ഇത് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 1 2 3 4 5 6 സ്റ്റാൻഡേർഡ് അല്ല, 7 8. ഇതാണ് പോസിറ്റീവ് 46. പോസിറ്റീവ് സാറേ നെഗറ്റീവ് 46 അല്ലേ കാണണ്ടേ? നെഗറ്റീവ് 46 കാണണമെങ്കിൽ ചെയ്യേണ്ട ടാസ്ക് ഫസ്റ്റ് ബിറ്റ് ദ സൈൻ ബിറ്റ് ഈക്വൽ ടു 1. അപ്പോൾ ഫസ്റ്റ് ബിറ്റ് 1 ആക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട, ബാക്കി അതേപോലെ ഇങ്ങോട്ട് എഴുതാം. ദിസ് ഈസ് സൈൻ ബിറ്റ്. എന്നാൽ വൺസ് കോംപ്ലിമെൻറ്റ് കാണാൻ ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് 46ൻ്റെ ബൈനറി എഴുതാം. 46ൻ്റെ ബൈനറി 8 ബിറ്റിൽ എഴുതുമ്പോൾ സ്റ്റാൻഡേർഡ് ഒക്കെ എഴുതുമ്പോൾ 0 0 1 0 1 1 1 0. ഇതാണ് 46. ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴായി തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കണ്ടിട്ടുണ്ട് അതിനെ റീപ്ലേസ് ചെയ്യും, അത് തെറ്റാണ്. ആ ബൈനറിനെയാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്. -46നെ 0നെ 1 ആക്കുക, 1നെ 0 ആക്കുമ്പോൾ 1 1 0 1 0 0 0 1. ടാസ്ക് ഈസ് ഓവർ. ഇത്രേ ഉള്ളൂ. 0നെ 1 ആക്കുക, 1നെ 0 ആക്കുക. അങ്ങനെയാണ് ഈ ചൂസ് കോംപ്ലിമെൻറ്റ് എങ്ങനെ ആയിരിക്കും സാറേ ചെയ്യുക? ചൂസ് കോംപ്ലിമെൻറ്റ് ആദ്യം 46ൻ്റെ ബൈനറി കാണാം. 46ൻ്റെ ബൈനറി കാണുമ്പം 0 0 0 0 1 എവിടെ? 1 0 1 1 1 0. അപ്പം -46 എങ്ങനെ? -46 കാണണമെങ്കിൽ ആദ്യം വൺസ് കാണണം. വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് -46 കാണുക, ജസ്റ്റ് റീപ്ലേസ് ചെയ്യുക. 1 1 0 1 0 0 0 1. അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് എങ്ങനെ കാണാം? ടൂസ് ഓഫ് -46 എന്ന് പറഞ്ഞാൽ ഇതിനോട് കൂടെ 1 ആഡ് ചെയ്താൽ മതി.
ഇതിനോട് കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 1 + 1 പഠിക്കണേ 1 + 1 0 ആണ് അല്ലേ, ക്യാരി 1 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു 0 ക്യാരി 1. അപ്പോൾ 1ഉം 0യും ആഡ് ചെയ്താൽ 1 0 0 1 0 1 1. ദാറ്റ്സ് ഓൾ. അപ്പോൾ ചില ആളുകൾ ചോദിക്കും സാറേ ഒരു എക്സാമ്പിൾ കൂടി, നമ്മുടെ ഈ മോഡൽ എക്സാമിന് ചോദിച്ചത് -117 ആണ്, ആണോ അല്ലേ? -117 ഇൻ 2's കോംപ്ലിമെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇൻ 2's കോംപ്ലിമെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യേണ്ടത് 3 സ്റ്റെപ്പിൽ പരിപാടി കഴിയും. ആദ്യം ബൈനറി ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ബൈനറി ഓഫ് 117 കാണണം. ബൈനറി ഓഫ് 117 ഏത് ക്വസ്റ്റ്യൻ ആയാലും 2's ചോദിക്കാറുള്ളൂ. അപ്പോൾ 117 എടുക്കാം, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 60 എത്ര ഉണ്ടാവുക? 66 ഉണ്ടാവും, ആണോ അല്ലേ? അല്ല 65 60 ഉണ്ടാവില്ലല്ലോ, 50 അല്ല 58 100 116. അപ്പോൾ റിമൈൻഡർ ഈസ് 1. Again 58നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 29. Remainder is 0. 29 divided by 2 we get 14. 14 remainder is 1. 14 divided by 2 we get 7. Remainder is 0. 7 divided by 2 we get 3. Remainder is 1. 3 divided by 2 we get 1. Remainder is 1. 1 divided by 2 we get 0. Remainder is 1. Final answer is 111. എവിടെ? 111 0 1 0 1. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം അന്നല്ലേ? 111 0 1 0 1. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 1 2 3 4 5 6 7. സ്റ്റാൻഡേർഡ് എപ്പോഴും 8 ബിറ്റ് ആണ്. ഇതാണ് ബൈനറി. അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട ടാസ്ക് വൺസ് ഓഫ് -117 കാണാം. വൺസ് എങ്ങനെ കാണാം? ജസ്റ്റ് റീപ്ലേസ് ഓൾ 0 by 1 and 1 by 0. 1 0 0 0 1 0 1 0. അപ്പോൾ 2's എങ്ങനെ ഫൈൻഡ് ചെയ്യാം? 2's ഓഫ് -117 ഫൈൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ വൺസിനോട് കൂടെ ജസ്റ്റ് 1 ആഡ് ചെയ്യുക അല്ലേ? 0 + 1 1 ആണ്. 1 0 1 0 0 0 1. റെഡി അല്ലടാ? ഓക്കെ അല്ലടാ? ഒന്ന് ജസ്റ്റ് എല്ലാവരും ഓക്കെ ആണെങ്കിൽ അതിൻ്റെ എന്താണോ നിങ്ങൾക്ക് തോന്നിയ കമൻറ്റ് ജസ്റ്റ് ഒന്ന് അടിക്കണേ. റെഡി അല്ലേ? സെറ്റ് അല്ലേ?